നമസ്കാരം. അതിജീവനം ബൈ ജിതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ സ്വന്തം മനസ്സിനെ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്? ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം തുടങ്ങുന്നത് നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കുന്നതിലൂടെയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മനസ്സിനെ ആഴത്തിൽ അറിയാനുള്ള 4 ലളിതമായ വഴികളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം. ഒന്നാമത്തെ വഴി സ്വയം നിരീക്ഷിക്കുക അല്ലെങ്കിൽ സെൽഫ് ഒബ്സർവേഷൻ. എന്താണ് സ്വയം നിരീക്ഷിക്കുക എന്ന് പറയുമ്പോൾ? നമ്മുടെ ചിന്തകളെ നമ്മൾ സ്വയം നിരീക്ഷിക്കുക എന്നതാണ് സ്വയം നിരീക്ഷിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം നമുക്ക് എത്രത്തോളം ചിന്തകൾ വരുന്നുണ്ട്, ഇതിലെത്രത്തോളം പോസിറ്റീവാണ്, എത്രത്തോളം നെഗറ്റീവാണ്. ആയിരക്കണക്കിന് ചിന്തകളാണ് നമുക്കൊരു ദിവസം വരുന്നത്, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ചിന്തകളാണ് ഒരു ദിവസം വരുന്നത്. ഇതിൽ കൂടുതലും നമുക്ക് വരുന്നത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? ഒരു സാക്ഷിയെപ്പോലെ നമ്മുടെ ചിന്തകളെ നോക്കിക്കാണാം. അതിനൊരു ഉത്തരം കൊടുക്കുകയോ അതുമായിട്ട് കണക്റ്റ് ആവുകയോ ഒന്നും ചെയ്യരുത്. വെറുതെ ഇരുന്ന് കണ്ണടച്ചിരുന്ന് നമ്മൾ ഒരു സാക്ഷിയെപ്പോലെ അല്ലെങ്കിൽ ഒരു നോക്കിക്കാണുന്ന ഒരു വ്യക്തിയെപ്പോലെ അങ്ങനെ ഇരുന്ന് നമ്മൾ ആ ചിന്തകളെ നോക്കിക്കാണാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഈ ചിന്തകളിലെ ഏത് ചിന്തകളാണ് നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കുന്നത് എന്ന്. അതിന് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ടെക്നിക്കാണിത് സെൽഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിലെ ചിന്തകളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ടെക്നിക്ക്. അടുത്തത് രണ്ടാമത്തെ വഴി, ഡയറി എഴുതുക. നമ്മുടെ വികാരങ്ങളെ നമ്മൾ എഴുതി വയ്ക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ, വികാരങ്ങളെ നമ്മൾ ഒരു പേപ്പറിലേക്ക് എഴുതി വയ്ക്കുക. മനസ്സിലെ ചിന്തകളെ ഒരു പേപ്പറിലേക്ക് മാറ്റുമ്പോൾ ലഭിക്കുന്ന ആശ്വാസം എന്ന് പറയുന്നത് ചെറുതല്ല. നമ്മൾ ചിന്തിക്കും, ഒരുപാട് ചിന്തകൾ വരുന്നുണ്ട്, ഒരുപാട് അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ വിഷമിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് നമുക്ക് തോന്നും. പക്ഷേ നമ്മളൊരു പേപ്പറിലേക്ക് എഴുതുമ്പോൾ ചിലപ്പോൾ ആ ഒരു പേപ്പറിൻ്റെ പകുതി, ഒരു പേജിൻ്റെ പകുതി മാത്രമേ നമുക്ക് എഴുതാനുണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഇല്ല, തീർന്നു. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഒരു ചിന്ത തന്നെ ആവർത്തിച്ചായിരിക്കും ചിലപ്പോൾ നമുക്ക് വരുന്നത്. പക്ഷെ നമ്മളൊരു പേപ്പറിലേക്ക് എഴുതുമ്പോൾ നമുക്ക് ആ ഒരു ക്ലിയർ ആവും ആ കാര്യങ്ങൾ. ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഒരു പേപ്പറിൻ്റെ പകുതി മാത്രമേ ചിലപ്പോൾ നമുക്ക് എഴുതാനുണ്ടാവുകയുള്ളൂ. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, ഇത്ര ചിന്തകളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നതോ? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഒരു ചിന്ത തന്നെ പിന്നെയും 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 വരുമ്പോൾ അത്രയും അതൊരു ആവർത്തിച്ച് വരുന്നത് കൊണ്ടാണ് നമുക്ക് അത്രയും ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ദേഷ്യം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ അതേപടി നമ്മളത് എഴുതുക. പിന്നീട് അത് വായിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ സ്വഭാവം അതെന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ പോസിറ്റീവാണോ കൂടുതൽ ചിന്തിക്കുന്നത്, നിങ്ങൾ നെഗറ്റീവാണോ കൂടുതൽ ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. അടുത്ത വഴി, മനസ്സിനോട് സംസാരിക്കുക. നിങ്ങളോട് തന്നെ സംസാരിക്കുക എന്നതാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മറ്റൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്. എനിക്ക് എന്തിനാണ് ഇപ്പോൾ വിഷമം തോന്നുന്നത്, എന്നെ സന്തോഷിപ്പിക്കുന്നത് എന്താണ് തുടങ്ങിയ ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കുക. ഒരു സുഹൃത്തിനോടെന്ന പോലെ നിങ്ങളോട് തന്നെ കരുണയോടെ നിങ്ങൾ സംസാരിക്കുക. സ്നേഹത്തോടു കൂടി നമുക്കിഷ്ടപ്പെട്ടൊരു കൂട്ടുകാരനോട് നമ്മൾ എങ്ങനെയായിരിക്കും സംസാരിക്കുക, ആ രീതിയിൽ നിങ്ങളോട് ശാന്തതയോടുകൂടി കരുണയോടുകൂടി സംസാരിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് സഹായിക്കും. അടുത്ത വഴി, ധ്യാനം, ശ്വസനം. ദിവസവും അല്പനേരം കണ്ണടച്ചിട്ട് ശ്വസനത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. നമ്മുടെ ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻ, ഈ രീതിയിലൊക്കെയാണ് നമ്മളിത് വരുന്നത്. അത്രയ്ക്ക് ഒരുപാട് നിങ്ങൾ ഡീപ്പായിട്ട് പോകണ്ട. ഒരു സ്ഥലത്ത് നമ്മൾ കണ്ണടച്ചിരിക്കുക, ശാന്തമായ ഒരു ശബ്ദവും ഇല്ലാത്തൊരു സ്ഥലത്ത് കണ്ണടച്ചിരിക്കുക. നിങ്ങളുടെ ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മനസ്സ് അലഞ്ഞു നടക്കുമ്പോൾ അതിനെ ശ്വസനത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. ഇത് നിങ്ങളുടെ ശ്രദ്ധ വർദ്ധിപ്പിക്കാനും അനാവശ്യമായ ഉത്കണ്ഠകൾ
കുറയ്ക്കാനായിട്ടും സഹായിക്കും. ഓർക്കുക, മനസ്സിനെ മനസ്സിലാക്കുക എന്നുള്ളത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. അതിന് ക്ഷമയും സമയവും ആവശ്യമാണ്. ഈ 4 വഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സ്നേഹത്തോടെ ജിത.